അമിത ചെലവിലേക്ക് നമ്മൾ വീണാൽ നമ്മൾ തകർന്നു പോകും. അത്യാവശ്യം നടത്തണം, ആവശ്യം നടത്തണം, ആഡംബരം ഉപേക്ഷിക്കണം, അനാവശ്യം ഉപേക്ഷിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മിച്ചമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എവിടെയൊക്കെയാണ് അമിത ചെലവെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുമ്പോൾ എല്ലാ കാര്യവും നല്ലതാണ്. പൗഡർ നല്ലതാണ്, സെൻറ്റ് നല്ലതാണ്, സുഖലോലുപതയുടെ വസ്തുക്കൾ നല്ലതാണ്, വസ്ത്രം നല്ലതാണ്, എല്ലാം വേണം. പക്ഷേ അമിതമായാൽ അമൃതും വിഷവും എന്നാണ് കണക്ക്. അതുകൊണ്ട് ഈ പിശാചിൽ നിന്ന് നമ്മൾ മോചനം നേടണം. ഇന്ന് കടക്കെണിയായിട്ട് വരുന്നവരൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്. വല്ലപ്പോഴും ഇച്ചിരി കള്ളു കുടിക്കുന്നത് നല്ലതാണ്, ബ്രാൻഡി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു പിക്നിക്കിന് പോകണ്ടേ, അതിന് എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് പോക്കുന്നതൊക്കെ നല്ലതല്ലേ. അപ്പം ഇങ്ങനെയെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഒരാവശ്യത്തിന് അത്യാവശ്യത്തിന് നോക്കിക്കഴിയുമ്പോൾ പൈസയില്ല, അത്ര തന്നെ. അപ്പോൾ ഈ അമിത ചെലവിൽ നിന്ന് മോചനം നേടാനുള്ള കൃപാവരം പ്രാർത്ഥിക്കാം. അമിത ചെലവിൻ്റെ പിശാചിനെ നമ്മിൽ നിന്ന് അകറ്റട്ടെ. കർത്താവേ, ലളിതമായ ജീവിതം, കഠിനാധ്വാനം, ഇതിലൂടെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്ക് സഹായിക്കണമേ. അമിത ചെലവ് കൊണ്ട് കടക്കെണിയിൽപ്പെട്ടവരും അസ്വസ്ഥയുള്ളവർക്കും ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാം. 9447465414. കർത്താവേ, പൈശാചിക ബന്ധനത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.